ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി ഞാൻ വന്നിരിക്കുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് ആയ ഒരു നെയ്യപ്പത്തിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നല്ല ടേസ്റ്റുമാണ്, അതുപോലെ നല്ല സോഫ്റ്റുമാണ്. 4-5 ദിവസം ഒരു കേടും കൂടാതെ ഇത് ഇരിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് നോക്കാം നമ്മുടെ ഈ ഇൻസ്റ്റന്റ് ആയ നുറുക്ക് ഗോതമ്പ് വെച്ചുള്ള നെയ്യപ്പത്തിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന്. ഞാനിവിടെ ഈ ഒരു കപ്പിന് 1 കപ്പ് നുറുക്ക് ഗോതമ്പ് നല്ലപോലെ കഴുകിയതിന് ശേഷം 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് ശർക്കര പാനിയാണ്. അതായത് 2 മീഡിയം സൈസിലുള്ള ശർക്കര 1.5 കപ്പ് വെള്ളത്തിൽ ഉരുക്കി നല്ലപോലെ തിളപ്പിച്ച് കുറച്ചൊരു തിക്കായിട്ട് എടുത്തിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് 2.5 ടേബിൾ സ്പൂൺ വറുത്ത റവ, 2.5 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള്, 1 ടേബിൾ സ്പൂൺ നെയ്യ്, പാകത്തിന് ഉപ്പ്. പിന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ നമ്മുടെ നെയ്യപ്പം ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയില്. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ നുറുക്ക് ഗോതമ്പ് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പൊ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഇട്ടു കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ ഒന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടി ഇതിലേക്ക് 1/2 കപ്പ് ശർക്കര പാനി കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ഗോതമ്പ് ഒരു പാതി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി അരച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ഗോതമ്പ് നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി, വറുത്ത റവ, ഏലക്കാപ്പൊടി, കറുത്ത എള്ള്, പാകത്തിന് ഉപ്പ്, ബേക്കിംഗ് സോഡ, ഇത്രയും ചേർത്ത് നല്ലപോലെ ലംസും ഇല്ലാതെ ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്, തേങ്ങാക്കൊത്ത് വറുത്തത്. അപ്പൊ നമ്മുടെ ഈ നെയ്യപ്പ മിക്സ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. ഈ ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് തേങ്ങാക്കൊത്ത് നെയ്യിലേക്ക് ഇട്ടു കൊടുക്കാം. എന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. തീരെ ചെറുതായിട്ട് വേണം നമ്മളിത് അരിഞ്ഞ് ചേർക്കാന്. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് തേങ്ങാക്കൊത്തും എള്ളും ഒക്കെ ചേർക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ നെയ്യപ്പത്തിന് ഇച്ചിരി കൂടെ നല്ലൊരു സ്വാദ് കൂടും. ഇപ്പൊ നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഈ നെയ്യും തേങ്ങാക്കൊത്തും കൂടി ഒന്നിച്ച് നമ്മുടെ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തിരുന്ന 1 കപ്പ് ശർക്കര പാനിയിൽ നിന്ന് 1/4 കപ്പ് ശർക്കര പാനിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ നെയ്യപ്പത്തിന്റെ മിക്സിന് വേണ്ടത്. ഒരു ദോശമാവിന്റെ ഒക്കെ കൺസിസ്റ്റൻസി. ഒരുപാട് അങ്ങ് കുറുകിയും പോകല്ല, എന്നാൽ ഒരുപാട് ലൂസായും പോകരുത്. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഈ ഒരു തവിക്ക് 1 തവി മാവാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് വലുതുമല്ല, എന്നാൽ തീരെ ചെറുതുമല്ലാത്ത നെയ്യപ്പമാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഇനി ഈ നെയ്യപ്പത്തിന്റെ മുകളിലേക്ക് ഇതുപോലൊരു സ്പൂണ് വെച്ച് നമുക്ക് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ ഇതിന്റെ നടുഭാഗം നല്ലപോലെ ഒന്ന് വെന്ത് ഒന്ന് പൊങ്ങി വരത്തുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ എണ്ണ ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ ഒരു ഭാഗം നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഈ നെയ്യപ്പം ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്നങ്ങ് വങ്ങിപ്പോകും. അതുപോലെ ഉൾഭാഗം ഒട്ടും വെന്ത് കിട്ടില്ല. തീരെ ലോ ഫ്ലെയിമിലും ആവരുത്. അപ്പൊ
നെയ്യപ്പത്തിൽ ഒരുപാട് എണ്ണ പിടിക്കാനുള്ള ഒരു ചാൻസും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ നെയ്യപ്പത്തിന്റെ 2 സൈഡും നല്ലപോലെ മുരിഞ്ഞ് ഉൾഭാഗം നന്നായി വെന്തിട്ടുമുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഈ ഒരു കളർ ആവുമ്പോഴത്തേക്ക് കോരിയെടുക്കണം, അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകും. ഇതിനെ ആ ചൂടിലിരുന്ന് തന്നെ കുറച്ചും കൂടി ഒന്ന് ഡാർക്കായി വരും. വീണ്ടും എണ്ണയിലേക്ക് നമുക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നെയ്യപ്പത്തിന്റെ ചട്ടി ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ നമ്മുടെ നെയ്യപ്പത്തിന് നല്ലൊരു ഷേപ്പ് ഒക്കെ കിട്ടും. നേരത്തെ ചെയ്തതുപോലെ തന്നെ നെയ്യപ്പം നല്ലപോലെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി ഇതിന്റെ മുകളിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് 4 മണിക്ക് കാപ്പിയുടെയോ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. ഇപ്പൊ നമ്മുടെ നെയ്യപ്പത്തിന്റെ 2 സൈഡും നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് വഴി അറിയിക്കാൻ മറക്കരുത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമല്ലേ, നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.